സ്റ്റേഡിയത്തിൽ നിന്ന് വീണു പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഉമാ തോമസ് MLA ഇപ്പോൾ ആശുപത്രി വിടുന്നു എന്നുള്ള വാർത്തയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിതിൻ, അങ്ങനെ ഒടുവിൽ ഉമാ തോമസ് MLA ആശുപത്രി വിടുകയാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ് നിതിൻ? വളരെ സന്തോഷം നൽകുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഡിസംബർ 29-നാണ് ഉമാ തോമസ് MLA കലൂല സ്റ്റേഡിയത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. അതിനുശേഷം നീണ്ട 46 ദിവസം പാലാരിവട്ടം റിനെ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഉമാ തോമസ് MLA ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമാ തോമസിന്റെ ഈ ഒരു ആശുപത്രി ഡിസ്ചാർജ് ചെയ്യുന്ന ഈ ഒരു നിമിഷം ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായി കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. കാറിൽ നിന്ന് ഉമാ തോമസ് ഇറങ്ങിയിട്ടുണ്ട്. ഉമാ തോമസ് അല്പസമയത്തിനും തന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സിനൊപ്പം അതോടൊപ്പം തന്നെ കലക്ടറിനൊപ്പം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് ഇപ്പോൾ ഉമാ തോമസ് MLA പാലാരിവട്ടം റിനെ മെഡിസിറ്റി ആശുപത്രിയിലെ തൊട്ടടുത്തുള്ള അനക്സിലേക്ക് വരുന്നത്. ആ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറെ സന്തോഷം നൽകുന്ന ദൃശ്യമാണ്. കാരണം ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഉമാ തോമസിന് ആ വീഴ്ചയിൽ. നമുക്കറിയാം, കഴിഞ്ഞ 46 ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തലച്ചോറിനും വാരിയലിനും അതോടൊപ്പം തന്നെ നട്ടലിലും ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് വെന്റിലേറ്ററിൽ വന്ന ശേഷം ICUവിലും പിന്നീട് ഏറെ നാൾ വാർഡിലെല്ലാം തന്നെ ചികിത്സ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഉമാ തോമസ് MLA എന്തായാലും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നത്.